എല്ലാവർക്കും നമസ്കാരം. സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കോഴിക്കോട് വന്നിട്ട് കുറെ നാളായെങ്കിലും ഞാന് യൂട്യൂബില് കുറെ വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ ഞാനൊരു ഗാഡ്ജറ്റ് വാങ്ങിയ കട തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുമ്പോട്ട് പോട്ടെ. പേര് മനോഹർ. മനോഹർ ഗാവയിൽ വന്നിട്ട് ഏകദേശം 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ കഴിഞ്ഞു. ഇനി നമുക്ക് ഗാവയുടെ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. എന്നിട്ട് അവസാനം നമുക്ക് മനോഹറിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പരിചയപ്പെടുന്നത് ലെനോവ ടാബ് M10 എന്ന് പറയുന്നതാണ്. 10 ഇഞ്ച് ആണ് ഇത് വരുന്നത്. 2GB റാമും 32GB സ്റ്റോറേജും ആണ് വരുന്നത്. 5000 mAh ആണ് അതിന്റെ ബാറ്ററി വരുന്നത്. വൈഫൈ പ്ലസ് സെല്ലുലാർ ഡേറ്റ ഉപയോഗിക്കാൻ പറ്റും. കോളിംഗ് എല്ലാം ഉള്ളത്. ഇത് 20,000 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. പക്ഷേ ഗാവയിൽ കൊടുക്കുന്നത് 9,900 ആണ്. സെക്കൻഡ് നമ്മൾ കാണുന്നത് സാംസങ് ടാബ് എ ആണ്. ഇതിനും സെയിം തന്നെ പഴയ പോലെ തന്നെ കോളിംഗും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇത് 8 ഇഞ്ച് ആണ് വരുന്നത്. 2GB റാമും 32GB സ്റ്റോറേജും സെയിം തന്നെയാണ്. അപ്പം ഇതിന്റെ പ്രൈസ് 8,500 ആണ് കേട്ടോ ഗാവയുടെ കൂടെ. ഇത് നമ്മൾ കാണുന്ന ലെനോവയുടെ ടാബ് M7 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇത് 1GB റാം 16GB ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 6,500 റേഞ്ച് ആണ് വരുന്നത് കേട്ടോ. ഇതെന്താ സാധനം? ഒരു വെറൈറ്റി സാധനം കേട്ടോ ഞാൻ കാണുന്നത്. ബ്രാൻഡ് വരുന്നത് വയർലെസ് കോംബോ ആയിട്ട് വരുന്ന കീബോർഡ് കളർഫുൾ ആയിട്ട്. അപ്പൊ ഇതിനകത്തെ ബാറ്ററി ആണോ? ബാറ്ററി ഓക്കെ, അത് നമ്മുടെ ഏത് ബാറ്ററി ആയിരിക്കും? അത് നമ്മുടെ നോർമൽ AAA ഒക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ ബാറ്ററിയാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഈ ബാറ്ററി വരുന്നത്. ഇവിടെ ആക്ച്വലി നമുക്ക് എങ്ങനെയായിരിക്കും ഓഫർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഗാവയില്? നമുക്ക് മെയിൻലി ചെയ്യുന്നത് പ്രീ ഓൺഡ് മൊബൈൽ ഫോൺസ് ടാബ്ലറ്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ പ്രൈസ് വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. നമുക്കിപ്പോൾ മൊബൈൽ ഫോൺസ് ആണെങ്കിൽ ഈ 3 മോഡൽസ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഉണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓപ്പോയുടെ A18 A38 A59 ഇത് 5G ആണല്ലേ? ഓക്കെ, അപ്പൊ ഈ ഓപ്പോ F25 Pro എന്ന് പറയുന്നത് അത് പുതിയ ലേറ്റസ്റ്റ് മോഡൽസ് ആണ്. ഇതാണെങ്കിൽ നമുക്ക് പവർ ബാങ്ക് ആയിരുന്നു. ജസ്റ്റ് LED ഫുൾ ട്രാൻസ്പെറന്റ് ടൈപ്പിൽ. ട്രാൻസ്പെറന്റ് ജസ്റ്റ് സൈഡിൽ ഒരു LED ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് കമ്പനി ജസ്റ്റ് ഒരു പ്ലേ പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 22.2 ആംപിയർ ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്നുള്ള സർവീസ് ആണോ കൊടുക്കുന്നത് അതോ? അല്ല, അതിപ്പോൾ സാർക്ക് ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വന്നാൽ റീപ്ലേസ് തരാൻ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ കാണുന്ന ഒരു വിന്റേജ് സീരീസിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. വിന്റേജ് റേഡിയോ എന്നൊക്കെ പറയില്ലേ, FM ബ്ലൂടൂത്ത് ഒക്കെ ഉള്ളത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതിന്റെ മാത്രമേ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒന്നും വിചാരിക്കില്ല കേട്ടോ. ഇത് എന്താ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീക്കർ പ്ലസ് FM ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്പീക്കറാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ചിൻ്റെ സെഷനിലോട്ട് വന്നു കേട്ടോ. ഒത്തിരി അധികം കളക്ഷൻസ് ഉണ്ട് ഇവർക്ക്. വാച്ചസ് ഉണ്ട്, പിന്നെ ഹെഡ്സെറ്റ്സ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് കളക്ഷൻസോ വാച്ചസ് ആയിരിക്കും നമുക്കിവിടെ? നമുക്ക് 999 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. സ്മാർട്ട് വാച്ചസ് 999 മൊത്തം സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. വിത്തൗട്ട് കോളിംഗ് ആണ് വരുന്നത്. വിത്തൗട്ട് കോളിംഗ്. അപ്പം വിത്ത് കോളിംഗ് ഉള്ളതുണ്ടോ? നമുക്ക് വിത്ത് കോളിംഗ് ഉള്ളതും വരുന്നുണ്ട്. വിത്ത് കോളിംഗ് വരുന്നത് നമുക്ക് 1000 പ്ലസ് എന്തായാലും വരും. 1800 അല്ലെങ്കിൽ 2000 സംതിങ് എന്തായാലും വരും. ഈ പെബിൾ, ഈ ഇമ്പൾസ് നിയോ 2 എന്ന് പറയുന്ന വാച്ച്, പിന്നെ മേക്ക് എ സ്മാർട്ട് മൂവ് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം അവർ ഓരോരോ മോഡൽസ് ആണ്. ഡാർട്ട് എന്ന് പറയുന്നത് ഇതും ഡാർട്ടാണ് കേട്ടോ. അപ്പം ഓക്കെ, ഡിസൈനിലും വ്യത്യാസങ്ങളുണ്ട്. ഡിസൈൻ സെയിം ആണ്, പക്ഷെ നമുക്ക് ഡിസ്പ്ലേയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരിക്കും വരിക? ഇതൊക്കെ നമുക്ക് വരുമ്പോൾ 2000 പ്ലസ് ആണ് വരുന്നത്. നമുക്ക് 3000 പ്ലസ് ഉണ്ടാവും ഫ്രോസ്റ്റിന്. മറ്റേത് ഡാർട്ടിനും അത് 2000 പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം റേഞ്ച് എത്രയാണ് വരുന്നത്? ബോട്ടിന് കണ്ടെങ്കിൽ 1000 അപ്പോൾ എന്തായാലും PS4 ജോയ്സ്റ്റിക്ക് ഒരു കളർഫുൾ ആയിട്ട്, അതും LED RGB ലൈറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നത്. ഓവർ ഹെഡ് എന്ന് പറയുന്നതിന് എത്ര രൂപയായിരിക്കും വരുന്നത്?
അത് ഏതൊക്കെ ബ്രാൻഡുകളായിരിക്കും വരുന്നത്? ഫുള്ള് JBL ഈ മൂന്നും ഇരിക്കുന്നത് JBL തന്നെയാണ്. നമുക്ക് വേറെ കോമൺ നോർമൽ ബ്രാൻഡ്സ് വരുന്നുണ്ട്. അതിപ്പോൾ നിലവിൽ സ്റ്റോക്ക് കഴിഞ്ഞാൽ അതിനപ്പോൾ എത്ര രൂപ റേഞ്ചുകളായിരിക്കും വരുന്നത്? ഇപ്പോൾ ബ്രാൻഡ് വൈസ് നോക്കാൻ JBL ആണെങ്കിൽ നമുക്ക് 2000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ട വിന്റേജ് റേഡിയോ ഇല്ലേ, FM ബ്ലൂടൂത്ത് കണക്ഷൻ വരുന്നത്, അതിന്റെ തന്നെ വേറെ ഒരു വേരിയന്റ് ആണ് കേട്ടോ. വേറെ ഒന്നുകൂടെ വരുന്നുണ്ട്, അത് ഞാൻ നിങ്ങളെ ഉടനെ തന്നെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഇത് നമുക്ക് വരുന്നത് ഒന്ന് FM ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് നോർമൽ ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്യാം, പിന്നെ മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എല്ലാം ഉപയോഗിക്കാം. ഇത് 1 year വാറന്റി ആണ് വരുന്നത്. അപ്പൊ രണ്ടും 2000 റേഞ്ച് തന്നെയാണ്, ബട്ട് അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ്. കുറച്ചും കൂടി ഒരു യുണീക് ഡിസൈനിൽ ഒരു പണ്ടത്തെ നമ്മുടെ nostalgia ഒക്കെ feel ചെയ്യുന്ന തരത്തില് റേഡിയോ പോലത്തെ സെറ്റപ്പ് അല്ലേ? ഇത് സെയിം സ്പീക്കർ തന്നെയാണ്. ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന സ്പീക്കർ ആയിട്ട് പിന്നെ FM വരുന്നുണ്ട്. ഇതിന് സെയിം ആ റേഞ്ച് തന്നെയാണ് വരുന്നത് എല്ലാം? ഇത് നമുക്ക് ബിലോ 2000 തന്നെ വരുന്നത്. FM Welcome to Gizmore. Bluetooth mode. FM mode. നമുക്ക് ട്രിപ്പിൾ നയൻ റേഞ്ച് നമുക്കൊരു വിത്ത് മൈക്ക് വരുന്നുണ്ട്. കരയൊക്കെ പാടാൻ വേണ്ടിയ ടൈപ്പിൽ ചെറിയ ഡിസൈനിൽ വിത്ത് മൈക്ക്. ഇത് അടുത്തത് അത് തന്നെയാണോ? ഇത് FM തന്നെയാണോ? FM വിത്ത് സ്പീക്കർ എല്ലാം വരുന്നുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ, ഇതൊക്കെ നമുക്ക് സോളാർ ചാർജിങ് വരുന്നുണ്ട്. ഇത് സോളാർ ചാർജിങ് കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതും സെയിം FM-ഉം സ്പീക്കർ ബോത്ത് ആണ്. ഓക്കെ, അപ്പോൾ അത് എത്ര രൂപയാണ് ഇതിന് വരുന്നത്? ബിലോ 2000 റേഞ്ചിൽ തന്നെ വരുന്ന മോഡലാണ്. അടുത്തത് നമ്മളൊരു പവർ ബാങ്ക് ആണ് കേട്ടോ കാണുന്നത്. വിത്ത് കേബിളും വിത്തൗട്ട് കേബിളും ആണ്. നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള അറ്റാച്ച് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന, വയറിംഗ് കേബിൾ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് ആണ് കേട്ടോ. ഇത് സ്റ്റഫ് കൂളിന്റെ അടുത്തത് പാം എന്ന് പറയുന്ന പവർ ബാങ്ക് അല്ലേ? അതായത് കോമ്പാക്ട് പവർ ബാങ്ക്, 20 വോൾട്ട് ഫാസ്റ്റ് ചാർജ് തന്നെയല്ലേ? 1000 mAh വരുന്നത്. ഇതിന് പക്ഷേ കേബിൾ വേണ്ടി വരും. കേബിൾ ഉണ്ട്, വിത്ത് കേബിളാണ് വരുന്നത്. ഓക്കെ, ഇതും റേഞ്ച് വരുന്നത് എങ്ങനെയാണ്? അറൗണ്ട് 2000 പ്ലസ്. 3, 2, 1. നമുക്കിപ്പോൾ മൊബൈൽ ഫോൺസ്, ടാബ്ലറ്റ്സ് ആണെങ്കിൽ മെയിൻലി വരുന്നത് പ്രിയോണ്ട്, റീഫർബ്, ഡെമോ പീസ് എല്ലാം വരുന്നത്. പക്ഷെ മെയിൻലി നമുക്ക് വരുന്നത് ഈ പറഞ്ഞ ജസ്റ്റ് റീഫർബ് അല്ലെങ്കിൽ ഡെമോ ലൈറ്റ് യൂസ്ഡ് സാധനങ്ങളാണ് വരുന്നത്. അതിൽ തന്നെ വിത്ത് 3 months വാറന്റിയാണ് വരുന്നത്. ഓക്കെ, ദാവന്റെ വാറന്റിയാണ് 3 months. ഐഫോണിന്റെ പഴയ മോഡലാണ്, 5C ആണ് മോഡലാണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് സെക്കൻഡറി ഫോണായിട്ട് കോളിംഗ് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. അതിന് എത്ര രൂപ വരുന്നത്? ഇത് നമുക്ക് 3900. പിന്നെ നമുക്ക് വരുന്നത് സോണിയുടെ മോഡൽസ് ആണ് വരുന്നത് 5900. നമ്മൾ സോണിയുടെ മോഡലാണ്, സോണിയുടെ റീഫർബിഷ്ഡ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് സാധനം വരുന്നത്. എത്ര നാൾ നമുക്ക് വാറന്റി ഉണ്ടാവും? 3 months. റിലീസ് ഷോപ്പിൽ നമുക്ക് 3900 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിന് നമുക്ക് ഇപ്പോൾ 1 lakh വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഇതൊരു സ്പീക്കറാണ്. ആദ്യം ഞാൻ റൂം ഫ്രഷ്നർ വന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും ഇതൊരു സ്പീക്കറാണെന്ന് പിന്നീട് മനസ്സിലായി കേട്ടോ. ഇത് നല്ല ആംബിയൻസ് ലൈറ്റോടെ ഒക്കെ ഉള്ള ഒരു സ്പീക്കറാണ്. അറൌണ്ട് 3000 പ്ലസ് റേഞ്ച്, 2000 പ്ലസ് റേഞ്ചിലാണ് ഈ 2 ഐറ്റങ്ങളും വരുന്നത്. അത് നമുക്കൊരു ഫ്ലെയിമിന്റെ രീതിയിൽ വരുന്ന ടൈപ്പാണ്. നമുക്ക് ഈ റിസോർട്ടിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യേണ്ട ടൈപ്പ് സാധനം. ഇവിടെ എല്ലാ ആക്സസറീസും ലഭിക്കും കേട്ടോ. വാച്ചിന്റെ സ്ട്രാപ്പുകളായിക്കോട്ടെ, ഇയർപോഡുകളുടെ ബോക്സസ് ഒക്കെ ഇല്ലേ, അതുമൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നിങ്ങളുടെ വാച്ച്, സ്മാർട്ട് വാച്ചസിന്റെ സ്ട്രാപ്പുകളായിക്കോട്ടെ, എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് എടുക്കുന്ന ഐറ്റത്തിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ തിരിച്ചു കൊടുത്തില്ല. ഇവിടെ തന്നെ സർവീസും ഉണ്ട്, നിങ്ങൾക്ക് റീപ്ലേസ്മെന്റും ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഈ റിംഗ് ലൈറ്റും ഗാവയിൽ ലഭിക്കുന്നതായിരിക്കും. റിംഗ് ഫിൽ ലൈറ്റ് എന്ന് പറയുന്നത് 1000 റേഞ്ചിലാണ് വരുന്നത്. ഇത് വാറണ്ടി, വിത്തൗട്ട് വാറണ്ടിയിലും ഐറ്റംസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗാവയിൽ ചെന്നാൽ ഇതും വാങ്ങാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് 2 സ്പെക്സ് ആണ് കേട്ടോ. ബ്ലൂടൂത്ത് സ്പെക്സുകളാണ്. ഇതിന്റെ സൈഡ് തിൻ ആയിട്ടുള്ളതും ഫസ്റ്റ് വൺ താഴെ വെച്ചിരിക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ലെഗും കൂടിയാണ് കേട്ടോ. ജസ്റ്റ് കോർസെക്ക എന്ന് പറയുന്ന ബ്രാൻഡാണ് വരുന്നത്. അറൌണ്ട് 3000 പ്ലസ് ആണ് റേഞ്ച് വരുന്നത്. നല്ല സ്പീക്കർ ക്വാളിറ്റി ഉള്ള സ്പെക്സുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതും ഗാവയിൽ വന്നാൽ വാങ്ങാൻ പറ്റും. ഈ ഗാവ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2023 നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഡെമോ പീസ് അല്ലെങ്കിൽ പ്രിയോണ്ട് മൊബൈൽ ഫോൺസ്, ഗാഡ്ജറ്റ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ സർവീസ് ആണെങ്കിൽ നമുക്കിപ്പം സ്മാർട്ട് വാച്ചസ്, കുട്ടികളുടെ ടോയ്സ് അല്ലെങ്കിൽ TV എല്ലാ കാര്യങ്ങളും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ടോയ്സ് അപ്പോൾ സെല്ലിംഗ് ഉണ്ടോ? ടോയ്സ് സെല്ലിംഗ് ഇല്ല, നമുക്ക് അതിന്റെ സർവീസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ സ്മാർട്ട് വാച്ചസ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏത് സാംസങ് ആണെങ്കിൽ ഫോഴ്സ്,
അല്ലെങ്കിൽ ഇപ്പോൾ OnePlus, ഓണർ ഏതെടുത്താലും നമുക്ക് എല്ലാ ബ്രാൻഡ്സിൻ്റെയും സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആപ്പിളിൻ്റെയും ആപ്പിളിൻ്റെ എല്ലാ സ്മാർട്ട് വാച്ച് ബ്രാൻഡ്സിനും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് വിത്ത് ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നാണ്. നമ്മുടെ ഇവിടെയുള്ള പ്രോഡക്ട്സുകളൊക്കെ ഏതൊക്കെ റേഞ്ചുകളിലായിരിക്കും? അതായത് ഭയങ്കര ഹെവി റേഞ്ചുകളാണോ അതോ ഒരു മീഡിയം, ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള? അത് സാധാരണക്കാരൻ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത്. മൊബൈൽ ഫോൺസ് ആണെങ്കിലും അല്ലെങ്കിൽ ബെഡ് സെറ്റ് ആണെങ്കിലും എന്താണെങ്കിലും തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. മൊബൈൽ ഫോൺസ് റീഫർബിഷ്ഡ് നമ്മൾ സർവീസ്ഡ് ഫോൺസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊക്കെ നമ്മൾ മാക്സിമം എത്ര മന്ത് വാറണ്ടി ആയിരിക്കും? നമ്മൾ കോമൺലി കൊടുക്കുന്നത് 3 months ആണ്. അതിനിപ്പോൾ സാറിന് വേണമെങ്കിൽ എക്സ്ട്രാ 9 month ആഡ് ചെയ്യാൻ പറ്റും അഡീഷണലി. അതിനപ്പോൾ എത്ര രൂപ നമ്മൾ? അത് ഓരോ പ്രൈസിനും ഓരോ ചാർജസ് ആണ് അനുസരിച്ചാണ്. അപ്പോൾ എത്ര മാക്സിമം എത്ര ദിവസം എടുക്കും ഇവിടെ സാധനം കൊണ്ടുവന്ന്? നമുക്ക് അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. നമുക്കിപ്പോൾ റെഡി സ്റ്റോക്ക് നമുക്കൊരു 1 day അല്ലെ 2 daysനുള്ളിൽ തന്നെ നമുക്ക്. ഓക്കെ, റെഡി ഇൻ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ 1 day 2 days നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ബാറ്ററി മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ചെക്കിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഫസ്റ്റ് ടൈം വീഡിയോ ആയപ്പോൾ തന്നെ എന്നെ അധികം സപ്പോർട്ട് ചെയ്ത ഗാവയ്ക്കും ഗാവയുടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ ഗാവ ഷോപ്പിൻ്റെ അഡ്രസ്സ് ഒന്ന് പറയാമോ? ഇത് നമുക്ക് വരുന്ന ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട്. BCH ഫ്ലൈ ഓവർ ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്ക് കയറ്റിയിട്ട് നമുക്ക് യൂട്ടേൺ എടുത്തിട്ട് സൈഡ് അടിപൊളി റോഡുണ്ട്. ചെറിയ കട്ട് റോഡ് വെച്ച് ആ റോഡ് കയറി തന്നെ നമുക്കൊരു ട്രാൻസ്ഫോർമർ കാണാം. അതിന് തൊട്ടടുത്തായിട്ട് ഫ്ലൈ ഓവർ ഇറങ്ങി ഒരു ചെറിയൊരു യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ താഴെ തന്നെയാണ് ഗാവയുടെ മെയിൻ ഷോപ്പ് ഉള്ളത്.